മെയ് 15 SSLC റിസൾട്ട് വരികയാണ്. സാധാരണ നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് അവതരിപ്പിക്കാറ്. ഇപ്രാവശ്യം ആരാണ് അത് അവതരിപ്പിക്കുക? കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇല്ലെന്ന് കേരളത്തിൽ. ഒരു മന്ത്രിസഭ തന്നെ ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. ഏപ്രിൽ 9 ഇലക്ഷൻ കഴിഞ്ഞു. മെയ് 4 റിസൾട്ടും വന്നു. 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിന്. ഇത്രയും ഇന്ന് 13 ഇതുവരെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിന് 4-5 ഗ്രൂപ്പിസം മൂത്തിട്ട് ആകെ തല്ലും പിടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത്. എങ്ങനെയോടോ സാധാരണക്കാരായ ഞങ്ങൾക്ക് നിങ്ങളതിലൊരു വിശ്വാസം ഉണ്ടാവുക ജനങ്ങൾക്ക്? LDFിൻ്റെ അവസാനത്തെ 1-2 വർഷത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത്രയും സീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDF അത്ര വലിയ സംഭവമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തൊന്നുമല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട്, ഇടങ്ങേറ് കൊണ്ട്, അവസാനത്തെ സമയത്തുള്ള വിലകയറ്റം, നികുതിയുടെ വർധനവ്, നിങ്ങൾക്ക് കറങ്ങിത്തിരിയാൻ, നിങ്ങൾക്ക് ഒരുപാട് അമിതമായ ചെലവുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. അത് നികത്താൻ നിങ്ങൾ കണ്ടെത്തിയ ഒരു ഐഡിയയാണ് സാധാരണ ജനങ്ങളെയൊക്കെ ഒന്ന് പിയ്യുക. അങ്ങനെ പിഴിഞ്ഞിട്ട് അവസാനത്തെ 1-2 വർഷം ഉണ്ടല്ലോ, അവിടെ വന്നൊരു പാളിച്ചോണ്ട് ജനങ്ങൾ മാറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു തരംഗം ഒരു കോൺഗ്രസിനുണ്ടായത്. അല്ല കോൺഗ്രസ് വലിയ സംഭവമായിട്ടൊന്നും, കാരണം കോൺഗ്രസ് എന്താണ്, LDF എന്താണ്, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരെന്താ, ഇതൊക്കെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഇപ്പൊ 102 സീറ്റ് കിട്ടിയിട്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ. സ്കൂൾ ഇവിടെ തുറക്കാറായി. ജൂൺ 1 സ്കൂൾ തുറക്കണ്ടേ? പുസ്തകം ഇപ്പോൾ പോണ പോക്കിൽ ആരോ പറഞ്ഞു പുസ്തകം ഒന്നും അടിച്ചിട്ടില്ല, അത് അങ്ങനെ കിടക്കുകയാണെന്നുള്ളത്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പുസ്തകം വേണ്ടേ? ഇപ്പം നാളെ മറ്റന്നാൾ റിസൾട്ട് വരികയാണ്, അത് പറയണ്ടേ? അതിൻ്റെ വിവരങ്ങൾ കൊടുക്കണ്ടേ? ഇതിനൊന്നും ആളില്ല. നിങ്ങൾ ഈ മുഖ്യമന്ത്രി കസാലക്കും വേണ്ടിയിട്ട് തല്ലാണ്. 4-5 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരപ്പണി. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിൽ മുഖ്യമന്ത്രിയായി വന്നാൽ തന്നെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റുമോ? നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഭരണം നിങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുമോ? എവിടെ കിട്ടണില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ട് വേണ്ടേ മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിനെ ഭരിച്ചത് ആരാണോ, അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷത്തിരിക്കണം ഏത് പാർട്ടിനെ ആരാണോ നയിച്ചിട്ടുള്ളത്, ആ ഒരു നയിച്ച ആളെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത്. അല്ലാതെ ഈ സ്ക്രീനിൽ ഇല്ലാത്ത ആള്, അല്ലെങ്കിൽ ഈ ഒരു ഇതിലില്ലാത്ത ആളുകളൊക്കെ ഈ കൊടുന്ന് കെട്ടിയിറക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് MP-മാരെ അഭിപ്രായം അറിയണം, അതുപോലെ MLA-മാരെ അഭിപ്രായം എടുക്കേണ്ടത്. സാധാരണ ജനങ്ങളും കൂടി നിങ്ങളൊന്ന് അറിയണേ. പണ്ടത്തെ പോലെയല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഫോൺ, മീഡിയ ഉള്ളതാണ്. ജനങ്ങളാകെ പ്രശ്നങ്ങളല്ല നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ. അതിന് നിങ്ങൾ പറഞ്ഞ വർത്താനം ഇതൊക്കെ ഒരു PR വർക്കാണ്. എന്ത് PR വർക്ക് പോയി? ഒരു PR വർക്കും ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോന്ന് വരുമ്പോൾ അതിൻ്റെ പ്രതിഷേധം കാണാൻ നിങ്ങൾക്ക്. അപ്പോഴേ നിങ്ങൾക്ക് പഠിക്കുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് ഇല്ലാതായത് എന്തുകൊണ്ടാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. ഇപ്പം കഴിഞ്ഞ 4 മുതൽ ഇന്നിപ്പോൾ 13 ഈ ഇത്രയും ദിവസമായിട്ട് ഏകദേശം ജനങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഔട്ടായി പോകണമെന്നുള്ളത്. പ്രവർത്തിക്കുന്ന ഒരു ടീമാണെങ്കിൽ അതിൻ്റെ ഇത് പറ്റാൻ വരുന്ന വേറൊരു ടീമാണ്. അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ പക പോക്കി ഈ ഗ്രൂപ്പിസം നോക്കിയിട്ട് ഇതിനെ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇലക്ഷൻ്റെ മുമ്പ് തീരുമാനിക്കുന്നതൊക്കെ. ഇലക്ഷന് മുമ്പ് തീരുമാനിക്കണ ഈ കാര്യമൊക്കെ. ഇലക്ഷന് മത്സരിച്ച് വിജയിച്ച് ഇത്രയും സീറ്റുകളും ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം അതിന് പിന്നെ ആരാൻ്റെ കൂട്ടിനെ ഏറ്റെടുക്കാൻ ഒരാൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എത്ര ആൾക്കാരാണ് ഏറ്റെടുക്കാൻ? വല്ലാത്തൊരു കഷ്ടമാണല്ലേ. എത്ര ദിവസമായിടോ ഇന്നെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തി നിങ്ങൾ. എന്നിട്ട് ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2-3 വർഷം കൊണ്ട് LDF സർക്കാരിനെ ജനങ്ങൾ വെറുത്തിരുന്നത്. ഇപ്പം ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളെ വെറുത്തിട്ടുണ്ട്. നിങ്ങൾ നാളെ മറ്റന്നാൾ ഇലക്ഷൻ വെച്ച് നോക്കി, 8 നില പൊട്ടുങ്ങൾ 102 പോയിട്ട് 12 സീറ്റ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നല്ല. അതേപോലെ തന്നെ UDF ആണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്, കോൺഗ്രസ് അല്ല. UDFിൻ്റെ മുഖ്യമന്ത്രിയാണ് വരുന്നത്. നിങ്ങൾ കോൺഗ്രസിനൊരു KPCC പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക, അത് നിങ്ങൾ തിരഞ്ഞെടുത്തോളി, അതിൽ ആരും അഭിപ്രായം പറയാൻ വരില്ല. UDFിനൊരു മുഖ്യമന്ത്രി വരുമ്പോൾ അതിന് ഘടകകക്ഷികൾ അഭിപ്രായം പറയും. അത് പറയാൻ പാടില്ല. ഞങ്ങളെ തീരുമാനം ഞങ്ങളതാന്ന് പറയാൻ നിങ്ങളേതാടോ? നിങ്ങൾക്ക് അതിനകത്ത് എന്താ ഉള്ളത്? ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ മറ്റ് ഘടകകക്ഷികളൊന്നും മാറ്റി ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു മൂലക്കരിക്കേണ്ടി വരും. അപ്പോൾ വർത്താനൊക്കെ പറയുമ്പോൾ നോക്കിയും കണ്ടൊക്കെ പറയാം. അല്ലാതെ നിങ്ങളെയൊക്കെ ഒരു പുണ്ണാക്കില്ല. നിങ്ങൾ ഒറ്റക്ക് നിന്നാൽ എവിടെ എത്തൂല. ഏതൊരു മണ്ഡലത്തിലും മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ജയിച്ചു കയറുന്നത്. അത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ ലീഗ് എന്നല്ല, എല്ലാ പാർട്ടിക്കാരും നിങ്ങൾ നോക്കി, നിങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജയിക്കണത്. അല്ലെങ്കിൽ നിങ്ങളെവിടെ ജയിക്കണേ? ഒരു പാർട്ടി, അത്രയും പാർട്ടി പ്രവർത്തകന്മാരെ വോട്ട് ഇനിയിപ്പോൾ ആ പാർട്ടി നേതാക്കൾ എന്ത് തമ്മാടിത്തരം ചെയ്താലും ആ വോട്ട് മറിയില്ല. ആ വോട്ട് ആ നേതാവിന് തന്നെ കയറാം. അതിന് എന്ത് തെറ്റ് ചെയ്താലും. പക്ഷെ ഇതിൽ രണ്ടിലും പെടാത്ത ആളുകളുണ്ട്. അവരെ വോട്ട് കൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും ഒരു മാറ്റം ഓരോ 5 വർഷത്തിലും സംഭവിക്കുന്നത്.
ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങളെ മിടുക്കാണ്, ഞങ്ങളെ ഇനി തോൽപ്പിക്കാൻ ഇനി ആർക്കും പറ്റൂല, എൽ ഡി എഫിന് ഇനി അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ കുറച്ച് പിന്നെ പറഞ്ഞിരുന്നു. എൽ ഡി എഫിന് ചിലപ്പോൾ ഇനി മുഖ്യമന്ത്രി ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോൺഗ്രസിന് ചിലപ്പോൾ ഇത് ലാസ്റ്റ് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംഭവിച്ച പോലെ കേരളത്തിലും സംഭവിക്കും. കോൺഗ്രസ് ഇല്ലാതായി പോകും. അത് കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. ഈ പിന്നെ പഴയ ആൾക്കാർ വന്നുങ്ങാണ്ട് ഇങ്ങനെ ഓരോ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ്. എന്തായാലും നിങ്ങൾ പെട്ടെന്നൊരു പിന്നെ തീരുമാനത്തിലെത്തി, എല്ലാവരെയും കൂട്ടി പിടിച്ചിട്ട്. അല്ലാതെ നിങ്ങൾ വലിയ സംഭവമായിട്ട് ഇപ്പോൾ എല്ലാവരും ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും, അതായത് സാധാരണ യു ഡി എഫിന് വോട്ട് ചെയ്ത ആൾക്കാരും കൂടി ആണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടില്ലേ. എന്തിനു നന്ന് നാട്ടിക്ക് പിന്നെ ഇലക്ഷന് പോയ പിന്നെ അതിഥി തൊഴിലാളികൾ ബംഗാളികൾ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം ട്രെയിനിന് ടിക്കറ്റ് ഇല്ല, ഭയങ്കര ഫെയറാണ്. ഇവിടെ നാട്ടിൽ പണിക്കാരൊക്കെ ആകെ ആകെ അവതാളത്തിലാണ്. ഇനിയിപ്പോൾ ഞങ്ങളും കൂടി ഇവിടുന്ന് ആണ്ട് വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തിനും പറ്റും, ആകെ കുളമില്ലോ സംഗതി, ഇവിടുന്നൊക്കെ പിടുത്തം കൂടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഇതിനൊന്നും അത്ര വലിയ സംഭവമില്ല ചങ്ങന്മാരെ. എന്തെങ്കിലും ഈ പാർട്ടിനെ ഇങ്ങനെ നശിപ്പിക്കണേ. എത്ര സ്ഥലത്ത് നിന്ന് പിന്നെ കോൺഗ്രസ് ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഈ പോരാണ് ഈ കാരണം, ഒക്കെ നശിച്ചു പോകും. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഒന്നും വരരുത്. നല്ല പെട്ടെന്നൊരു തീരുമാനം എടുത്തെങ്ങാണ്ട് എല്ലാവർക്കും, എം എൽ എമാർക്കും എം പിമാരെയും മാത്രം നോക്കരുത്, പിന്നെ പൊതുജനത്തിൻ്റെ ഇതും കൂടി നോക്കണം. അതും കൂടി നോക്കിയിട്ട് നല്ലൊരു നേതാവിനൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പെട്ടെന്നൊരു മന്ത്രിസഭ രൂപീകരിക്കുക. എന്നിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതൊക്കെ ചെയ്യേ. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇപ്പോഴും ഈ ഗ്രൂപ്പിസം പറഞ്ഞാണ് നടക്കല്ലേ. ഗ്രൂപ്പിസം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവും. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും വേണം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫും വേണം. ഇത് രണ്ടും കേരളത്തിൽ വേണം. അപ്പോഴേ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.